രാധ ടീച്ചറുടെ മുക്കുറ്റിപ്പൂക്കൾ എന്ന കഥാസമാഹാരത്തിലെ മരിക്കാത്ത ഓർമ്മകൾ എന്ന കഥയുടെ 3-ാം ഭാഗം. മാതാപിതാക്കൾ എത്ര പ്രായം ചെന്നവരായാലും അവരുടെ വേർപാട് നമുക്ക് അസഹ്യം തന്നെയാണ്. അച്ഛനും അമ്മയും എത്ര കഷ്ടപ്പാടുകൾ സഹിച്ചാണ് ഞങ്ങളെ വളർത്തിയത്. അവരുടെ വാർദ്ധക്യാവസ്ഥയിലും രോഗാവസ്ഥയിലും വേണ്ട പോലെ സംരക്ഷിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ സംതൃപ്തയാണ്. കുട്ടിക്കാലത്ത് എത്ര കരുതലോടെയും വാത്സല്യത്തോടെയുമാണ് നമ്മളെ നോക്കിയിട്ടുണ്ടാവുക. വാർദ്ധക്യകാലത്ത് മക്കളുടെയും കൊച്ചുമക്കളുടെയും കൂടെ താമസിക്കാനാണ് മാതാപിതാക്കൾ ആഗ്രഹിക്കുക. അതെല്ലാം വേണ്ടുവോളം അനുഭവിച്ചുകൊണ്ടാണ് അച്ഛനും അമ്മയും ഈ ലോകം വിട്ടു പോയിട്ടുള്ളത്. മരണം നടന്ന മാസങ്ങൾ കഴിഞ്ഞെങ്കിലും ഒരു ദിവസം പോലും അമ്മയെ ഓർക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. പൊക്കിൽക്കൊടി ബന്ധം നിസാരമല്ലല്ലോ. ഉച്ചയോടും കഴിഞ്ഞ് വെയിലാറിയതിനു ശേഷം പുഴയിലേക്ക് നടന്നു. ചെമ്മൺപാത പിന്നിട്ട് പാടവരമ്പത്തേക്ക് കയറുന്നതിനിടയിൽ വാഴത്തോപ്പിലേക്കൊന്ന് കണ്ണോടിച്ചു. വിളഞ്ഞു കിടക്കുന്ന നേന്ത്രക്കുലകൾ, അവയുടെ ഭംഗിയും വലുപ്പവും നോക്കിക്കൊണ്ട് സംതൃപ്തിയോടെ രാജേട്ടൻ നിൽക്കുന്നു. രാജേട്ടാ, ഞാൻ ഉറക്കെ വിളിച്ചു. തിരിഞ്ഞു നോക്കിയ രാജേട്ടൻ എന്നെ കണ്ട് അടുത്തേക്ക് വന്നു. നീ എപ്പോൾ വന്നെടി? കുറെ നാളായല്ലോ കണ്ടിട്ട്. കൂടെയുള്ളത് കൊച്ചുമക്കളാണോ? അതെ രാജേട്ടാ, ഈ കുട്ടികളെ നീന്താൻ പഠിപ്പിക്കണം. അതിനായി പുഴയിലേക്ക് പോവുകയാണ്. രാജേട്ടൻ പുഞ്ചിരിയോടെ പറഞ്ഞു. നമ്മൾ എത്ര പ്രാവശ്യം നീന്തൽ മത്സരം നടത്തിയിട്ടുണ്ടെന്ന് നീ ഓർക്കുന്നുണ്ടോ? പിന്നെ അതൊക്കെ മറക്കാനൊക്കുമോ? പല പ്രാവശ്യം ഞാൻ മുങ്ങിത്താഴ്ന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ രാജേട്ടനല്ലേ എന്നെ പിടിച്ചു കയറ്റിയത്. വിവേകമില്ലാത്ത കുട്ടിക്കാലം. പുഴയിൽ ഒഴുക്കുണ്ടോ എന്നൊന്നും ചിന്തിക്കാതെയാണ് അക്കരയ്ക്ക് നീന്തുക. ആയുസിന്റെ ബലം കൊണ്ടായിരിക്കാം രക്ഷപ്പെട്ടു പോകുന്നത്. പിന്നെ എന്തൊക്കെയുണ്ട് രാജേട്ട വിശേഷങ്ങൾ? കുമാരനും ചന്ദ്രനും ഇപ്പോൾ എവിടെയാണ്? അമ്മയും കുട്ടികളും സുഖമായിരിക്കുന്നോ? അമ്പികേടത്തി എന്തു പറയുന്നു? സ്വതസിദ്ധമായ പൊട്ടിച്ചിരിയോടെ രാജേട്ടൻ. നീയൊന്ന് ശ്വാസം വിട്ട് സംസാരിക്കടി, ഞാൻ ഓരോന്നായി പറയാം. എല്ലാവരും സുഖമായിരിക്കുന്നു. ചന്ദ്രനും ഫാമിലിയും ഗൾഫിൽ തന്നെയാണ്. കുമാരൻ റെയിൽവേയിൽ വലിയ എഞ്ചിനീയർ അല്ലേ? കുറച്ചു വർഷങ്ങൾ കൂടി കഴിഞ്ഞാൽ അവൻ റിട്ടയർ ആകും. അപ്പോൾ താമസിക്കാനായി പുഴയ്ക്കക്കരെ നെല്ലായിൽ പുതിയ വീട് വെച്ചിട്ടുണ്ട്. അവന് 2 പെൺമക്കളല്ലേ? 2 പേരും വിവാഹിതരായി. മരുമക്കൾ ലോക്കോമോട്ടീവ് ഡ്രൈവർമാരാണ്. കുമാരനെ എനിക്കൊന്ന് കാണണം രാജേട്ടാ. ഇനി എപ്പോഴാണ് നാട്ടിൽ വരുന്നത്? ഞങ്ങൾ ഒരേ സ്കൂളിലല്ലേ പഠിച്ചിരുന്നത്. കണക്കിൽ മണ്ടിയായി എനിക്ക് അവനാണ് എല്ലാം പറഞ്ഞു തന്നിട്ടുള്ളത്. അവർക്ക് വേണ്ടി രാജേട്ടൻ എത്ര കഷ്ടപ്പെട്ടിരിക്കുന്നു അല്ലേ? അത് ഓർക്കുമ്പോൾ എനിക്കിന്ന് വളരെ സന്തോഷമാണ്. കാരണം എന്നെയും കുടുംബത്തെയും കുമാരൻ പൊന്നു പോലെയാണ് നോക്കുന്നത്. അയ്യന്മാരെ ഞാൻ പഠിപ്പിച്ച പോലെ എൻ്റെ മക്കളെയും അവനാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മയുടെ കാര്യത്തിലും വളരെ ശ്രദ്ധാലുവാണ്. വലിയ പണിക്കാരനായെങ്കിലും പിന്നിട്ട വഴികൾ മറന്നില്ല. എൻ്റെ കൂട്ടുകാരെല്ലാം നല്ല നിലയിൽ പഠിച്ചെത്തിയല്ലോ. സുലുവും PWDയിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു. ഗോപിയും സുബ്രനും വാട്ടർ അതോറിറ്റിയിൽ എഞ്ചിനീയർമാരാണ്. പലരും വിദേശത്തും സേവനം ചെയ്തു വരുന്നുണ്ട്. കാർഷിക വൃത്തിയിൽ മുഴുകി ജീവിച്ചിരുന്ന നമ്മുടെ നാട്ടിൽ ഇന്ന് ഭൂരിഭാഗവും ഉദ്യോഗസ്ഥരാണ്. വടക്കുമുറിയിൽ താമസിച്ചിരുന്ന ഗോപാലേട്ടനെയും ശങ്കരേട്ടനെയും വിജയേട്ടനെയും രാജേട്ടൻ ഓർക്കുന്നില്ലേ? അവരുടെ മക്കൾ കെട്ടിയിരിക്കുന്ന കൊട്ടാരം പോലുള്ള വീടുകൾ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. കുട്ടിക്കാലത്ത് വളരെയധികം കഷ്ടപ്പാട് കഴിച്ച കുട്ടികളായിരുന്നു അവർ. പക്ഷെ അവർ നന്നായി പഠിച്ചു, നല്ല നിലയിലും എത്തി. ഗോപാലേട്ടന്റെ മോൻ ഗിരി കാർഗോ ഷിപ്പിലാണ് ജോലി ചെയ്യുന്നത്. അവന് സൗഭാഗ്യം വന്നപ്പോൾ അതിൽ മതിമറന്നില്ല. അവന്റെ സഹോദരങ്ങളെയും കൂട്ടുകാരെയും കൈ പിടിച്ചുയർത്തി. നമ്മുടെ നാടിന്റെ പുരോഗതിയിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു രാജേട്ട. പക്ഷേ ഒരു സങ്കടമുണ്ട്. നോക്കെത്താതെ കിടന്നിരുന്ന നമ്മുടെ പാടശേഖരങ്ങൾ ഇന്നെവിടെ? എല്ലാം നികത്തി തെങ്ങിൻതോപ്പുകളാക്കി മാറ്റിയില്ലേ? മാത്രമല്ല പല ഭാഗങ്ങളിലും മണ്ണെടുത്ത് ആകെ വികൃതമായ അവസ്ഥയിലുമാണ്. എന്നാൽ ഞങ്ങൾ നീങ്ങട്ടെ. രാജേട്ടനെ കണ്ടതിലും വിശേഷങ്ങൾ അറിഞ്ഞതിലും സന്തോഷം. ഞങ്ങൾ പുഴയിലേക്ക് വഴിയെ നടക്കവേ എതിരെ ഒരാൾ വരുന്നത് കണ്ടു. ആരാണെന്ന് ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകവേ അയാൾ എന്നെ നോക്കി ഉച്ചത്തിൽ ചോദിച്ചു, എടി, നീ എന്താ എന്നെ കാണാത്ത മട്ടിൽ പോകുന്നത്? ശബ്ദം കേട്ട് തലയുയർത്തിയ ഞാൻ അല്പനേരം മിണ്ടാതെ നിന്നു. നീ എന്നെ മറന്നുപോയോ? നല്ലവണ്ണം എൻ്റെ മുഖത്തേക്ക് നോക്കടി. എടാ കുട്ടപ്പ, നീയായിരുന്നോ? പെട്ടെന്ന് തിരിച്ചറിഞ്ഞില്ലടാ. കുറെ കാലമായില്ലേ നമ്മൾ കണ്ടിട്ട്. എനിക്ക് നിന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നു. പാറുവല്ലമ്മയ്ക്ക് നിന്റെ കാര്യം പറയാനേ നേരമുണ്ടായിരുന്നുള്ളൂ. അതെയോ? അമ്മ അങ്ങനെയായിരുന്നു. ഞാൻ എപ്പോഴും അടുത്ത് വേണമെന്ന് പറയും. എനിക്കങ്ങനെ സ്ഥിരമായി നിൽക്കാൻ കഴിയില്ലല്ലോ. അതിരിക്കട്ടെ, നിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ എവിടെ നിന്ന് വരുന്നു? എനിക്ക് പണ്ടേ മുതൽ കൃഷിപ്പണിയാണെന്ന് നിനക്കറിയാമല്ലോ. അതിനിപ്പോൾ ഒരു മാറ്റവും വന്നിട്ടില്ല. ഞാനിപ്പോൾ വയലിലേക്ക് വെള്ളം തിരിച്ചു വിട്ടു വരുന്ന വഴിയാണ്. നീ അസൽ കൃഷിക്കാരനായി അല്ലേ? മുൻപുണ്ടായിരുന്ന കൃഷിസ്ഥലമെല്ലാം ഇപ്പോഴുണ്ടോ? അതെല്ലാം ഉണ്ട്. മാത്രമല്ല ബാലേട്ടൻ കുറെ കൂടി നിലം വാങ്ങിയിട്ടുമുണ്ട്. ഞാനും ബാലേട്ടനും കൃഷിക്കാരായി ജീവിക്കുന്നു.
വല്യേട്ടൻ ബിസിനസ്സിൽ പിടിച്ചു കയറി. ഏട്ടന്റെ ഭാര്യ ഗവൺമെന്റ് സർവീസിൽ തുടർന്നു പോകുന്നു. നിന്റെ കുട്ടികളെല്ലാം നല്ല നിലയിൽ പഠിച്ചെത്തിയോ? ഉവ്, അവരുടെ വിവാഹവും കഴിഞ്ഞു. രണ്ടുപേരും വിദേശത്ത് താമസിച്ചു വരുന്നു. നിന്റെ കൂടെയുള്ളത് കൊച്ചുമക്കളാണോ? അതേ കുട്ടപ്പ, ഇവരുടെ പരീക്ഷ കഴിഞ്ഞിരിക്കുകയല്ലേ. കുട്ടികളെ നീന്തൽ പഠിപ്പിക്കണം, അതിനായി കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മൾ നീന്തി പഠിച്ച പുഴയും വിശാലമായ വയലുകളും നമ്മുടെ ഗ്രാമീണ അന്തരീക്ഷവും അവരൊന്ന് കാണട്ടെ. അതിനിവിടെ പണ്ടത്തെ പോലെ വയലുകളുണ്ടോ? എല്ലാം നികത്തി തെങ്ങിൻ തോപ്പുകളും ജാതിക്കാ തോപ്പുകളുമായി മാറ്റിയില്ലേ? കർഷകർ നെൽകൃഷി പാടെ കൈയൊഴിഞ്ഞ മട്ടാണ്. എല്ലാം തരിശായി കിടക്കുന്നു. നമ്മുടെ ഗ്രാമത്തിന്റെ ഐശ്വര്യമായിരുന്ന കുട്ടാടൻ പാടശേഖരം കണ്ടാൽ നീ കരഞ്ഞു പോകും. മിക്ക ഭാഗം മൺകുഴികളാക്കി മാറ്റിയിരിക്കുന്നു. മുണ്ടകപ്പാടവും പുഞ്ചപ്പാടവും ഓർമ്മകളിൽ മാത്രം പൊന്നണിഞ്ഞു നിൽക്കുന്നു. എന്നെപ്പോലെ വിരലിൽ എണ്ണാവുന്നവർ മാത്രം നെൽകൃഷി സംരക്ഷിച്ചു പോരുന്നു. കുട്ടാടൻ പാടത്ത് 2 ഏക്കർ നിലമേ ഉള്ളൂ. അധികവും വെള്ളക്കപ്പാടിയിലാണ്. അവിടെയും ചിലർ തെങ്ങിൻതോപ്പുകളാക്കി മാറ്റി തുടങ്ങിയിരിക്കുന്നു. നീ 10ാം തരം കഴിഞ്ഞപ്പോൾ പഠിപ്പ് നിർത്തിയല്ലേ? പിന്നെ എങ്ങനെ പഠിക്കുമടി? അച്ഛൻ്റെ മരണത്തോടെ ഞങ്ങൾ വലിയ ബുദ്ധിമുട്ടിലായി മാറിയില്ലേ? എങ്ങനെയൊക്കെയോ 10ാം തരം വരെ എത്തിച്ചു. കൃഷിയിൽ നിന്നും കിട്ടുന്ന ആദായമല്ലാതെ മറ്റൊരു വരുമാനവും ഉണ്ടായിരുന്നില്ലല്ലോ. ഞാനും ബാലേട്ടനും കൃഷിക്കാരായി മാറി. അത് നല്ലതല്ലേ കുട്ടപ്പ? നല്ലൊരു കൃഷിക്കാരനായി നിന്നെ കാണാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ടേ പോവുകയുള്ളൂ. മക്കളെ, ഈ അപ്പൂപ്പനെ അറിയുമോ? ഞാൻ അമ്മൂമ്മയുടെ കൂട്ടുകാരനാ. എന്നാൽ നീങ്ങട്ടേടി. ശരി കുട്ടപ്പ. അവൻ നീങ്ങുന്നു നോക്കി നിന്ന് ഞാൻ ഞങ്ങളുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഓർത്തുപോയി. ഋതുക്കൾ പലവട്ടം മാറി മറിഞ്ഞെങ്കിലും ആ ദുഃഖസ്മരണയ്ക്ക് ഇന്നും മങ്ങലേറ്റിട്ടില്ല. ഞാനും കുട്ടപ്പനും 2ാം തരത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം. കുട്ടപ്പന്റെ വീട് പുഞ്ചപ്പാടത്തിന്റെ പടിഞ്ഞാറേ കരയിലാണ്. ഞങ്ങളുടെ വീടുകൾ തമ്മിൽ കുറച്ചധികം ദൂരമുണ്ടെങ്കിലും ഗ്രാമത്തിൽ അതൊരു പ്രശ്നമേ അല്ല. എത്ര ദൂരത്തു നിന്നായാലും കുട്ടികളെല്ലാം കളിക്കാനായി ഒന്നിച്ചുകൂടും. അവധി ദിവസങ്ങളിലെല്ലാം രാവിലെ മുതൽ കളിയോടു കളി തന്നെ. എന്തെല്ലാം കളികളിലാണ് ഞങ്ങൾ ഏർപ്പെടുക! കുട്ടിയും കോലും കളി, കുഴിക്കല്ലുകളി, തൂപ്പിട്ടുകളി, അമ്മാനമാടൽ, കളിവീട് കെട്ടിക്കളിക്കൽ, അങ്ങനെ പോകുന്നു അവ. ഒരു ഞായറാഴ്ച രാവിലെ ഞാൻ കഞ്ഞി കുടിക്കാനായി പ്ലാവില കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടപ്പൻ കരഞ്ഞുകൊണ്ട് കയറി വരുന്നത് കണ്ടു. കളിക്കാൻ വരുന്ന ആൾ ഇന്ന് കരഞ്ഞുകൊണ്ടാണോ വരുന്നത്? അങ്ങനെ ചോദിച്ചുകൊണ്ട് ഞാൻ അവൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ തേങ്ങി കരയാൻ തുടങ്ങി. എന്തിനാ കുട്ടപ്പ നീ ഇങ്ങനെ കരയുന്നത്? കരയാതെ കാര്യം പറയടാ. അവൻ്റെ കരച്ചിൽ കൂടിയതേയുള്ളൂ. ഞാൻ അമ്മയെ നീട്ടി വിളിച്ചു. അമ്മ അടുക്കളയിൽ കഞ്ഞിയും ചക്കപ്പുഴുക്കും തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തിനാടി വിളിക്കുന്നേ? അമ്മ അടുത്തു വന്നു. ദേ കുട്ടപ്പൻ കരയുന്നത് കണ്ടോ? ചോദിച്ചിട്ട് ഒന്നും പറയുന്നുമില്ല. അമ്മ അടുത്തു വന്ന് അവൻ്റെ കണ്ണീരെല്ലാം തുടച്ചുകൊണ്ട് ചോദിച്ചു, എന്തിനാ മോനെ കരയുന്നേ? വല്യമ്മയോട് പറയ്. അവൻ തേങ്ങിക്കൊണ്ട്, വല്യമ്മേ, എൻ്റെ അച്ഛൻ 2 ദിവസമായി വീട്ടിൽ നിന്ന് പോയിട്ട് ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല. വല്യേട്ടനും ബാലേട്ടനും അന്വേഷിച്ചു നടക്കുകയാണ്. അമ്മയാണെങ്കിൽ കരഞ്ഞു തളർന്ന് കിടപ്പിലായി. കരയാതെ മോനെ, അച്ഛൻ പെട്ടെന്ന് വരുമടാ. ദൂരെ എങ്ങോട്ടെങ്കിലും പോയതായിരിക്കും. മോൻ രാവിലെ വല്ലതും കഴിച്ചോ? ഇല്ല. എങ്കിൽ വാ, നമുക്ക് കഞ്ഞി കുടിക്കാം. നല്ല ചക്കപ്പുഴുക്കും മാങ്ങാ ചമ്മന്തിയുമുണ്ട്. വേണ്ട വല്യമ്മേ, വിശപ്പില്ല. എങ്കിൽ നിങ്ങൾ 2 പേരും കളിച്ചോളൂ. വാ കുട്ടപ്പ, നമുക്ക് കളിക്കാം. നിന്റെ സങ്കടമെല്ലാം ഞാൻ ഇപ്പോൾ മാറ്റിത്തരാം. ആ പാളയിൽ കയറിയിരിക്കടാ. ഞാൻ വലിച്ചുകൊണ്ട് നടക്കാം. അവൻ്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. കുട്ടപ്പ, അച്ഛൻ തനിച്ചാണോ പോയത്? അച്ഛൻ്റെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ? എനിക്കറിയില്ലടി. അച്ഛമ്മയെ കാണണമെന്ന് പറഞ്ഞാണ് പോയത്. വന്നിട്ട് ഊണ് കഴിക്കാമെന്ന് പറഞ്ഞു. അച്ഛൻ തറവാട്ടിൽ നിന്നും തിരിച്ചു വരുന്നത് നോക്കി ഞങ്ങളെല്ലാം കാത്തിരുന്നു. പിന്നെ രാവിലെ വരുമെന്ന് കരുതി ഞങ്ങളെല്ലാവരും ഉറങ്ങാൻ കിടന്നു. കുട്ടപ്പൻ പിന്നെയും കരയാൻ തുടങ്ങി. നീ ഇങ്ങനെ കരയാതെ, അച്ഛൻ വേഗം വരും. സമാധാനമായി വീട്ടിലേക്ക് ചെല്ല്. അവൻ കണ്ണുകൾ തുടച്ചുകൊണ്ട് സാവധാനത്തിൽ നടന്നു നീങ്ങി. പാവം കുട്ടപ്പൻ, എന്തുമാത്രം സങ്കടമാണ് അവന്. അവൻ്റെ അച്ഛൻ വേഗം തിരിച്ചു വരണേ ഈശ്വര. എൻ്റെ മനസ്സ് മന്ത്രിച്ചു. പിന്നെ 2 ദിവസം കൂടി കഴിഞ്ഞു. രാവിലെ അമ്മയുടെ ഉറക്കിയുള്ള കരച്ചിൽ കേട്ടാണ് ഞാൻ ഉണർന്നത്. ഈ അമ്മയ്ക്ക് എന്തു പറ്റി? ഇത്രയും ഉച്ചത്തിൽ നിലവിളിക്കുന്നത് എന്തിനാണ്? ഞാൻ എണീറ്റ് ചെന്നു. അമ്മ കരഞ്ഞുകൊണ്ട് വടക്കേ തളത്തിലിരിക്കുന്നു. ഇടയ്ക്ക് മൂക്ക് പിഴിയുകയും ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ വടക്കിയതിലെ ലക്ഷ്മി അമ്മയും ശോകഭാവത്തിലിരിക്കുന്നുണ്ട്. അമ്മയുടെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ടിട്ടായിരിക്കണം അച്ഛനും അങ്ങോട്ട് വന്നു. കഥയുടെ തുടർച്ച വിട്ടുപോകാതെ കേൾക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.